ഇടുക്കിക്കാർ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ നാട്ടിൽ സിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ മൊത്തം ഗ്രാമവും ഗ്രാമപ്രദേശങ്ങളും അല്ലേ എന്നൊക്കെ. എന്നാൽ ഏറ്റവും കൂടുതൽ സിറ്റിയുള്ള നാട് അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ സിറ്റി വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. സിറ്റികളിൽ ഏറ്റവും പ്രധാനിയാണ് ബാലംപിള്ള സിറ്റി എന്ന് പറയുന്നത്. ഒരു ചായക്കട നടത്തിയിരുന്ന ആളുടെ പേരിൽ നിന്നുമാണ് ഈ കാണുന്ന ഒരു സിറ്റി ഉരുത്തിരിഞ്ഞു വന്നത്. രാമക്കൽമേടിനടുത്തുള്ള ബാലൻപിള്ള സിറ്റി ഉരുത്തിരിഞ്ഞു വന്നത്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കകാലം? എങ്ങനെയായിരുന്നു? പട്ടം കോളനിയിലേക്ക് ലോറഞ്ചിൽ നിന്നും വളരെ ആളുകളെ ഇങ്ങോട്ട് കയറ്റി. അതിന്റെ ഭാഗമായിട്ട് ബാലകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന ആലപ്പുഴക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന് 1957 ഇവിടെ സ്ഥലം കിട്ടിയുണ്ടായി. 5 ഏക്കർ സ്ഥലം അദ്ദേഹത്തിനും കിട്ടി. അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കുകയും പിന്നീട് അവിടെ ഒരു ചായക്കട ആരംഭിക്കുകയും ചെയ്തു. ബാലകൃഷ്ണൻ തുടങ്ങിയ ഒരു കട ബാലംപിള്ള സിറ്റി ആയിട്ട് മാറി. ഈ ബാലംപിള്ള സിറ്റി സിനിമയിൽ കൂടെ ഭയങ്കര ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ സിറ്റിയെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ടും ഒക്കെ തുടങ്ങി. ധാരാളം ആളുകൾ ബാലംപിള്ള സിറ്റി കാണാൻ വേണ്ടി വരുന്ന ആളുകളുമുണ്ട്. നായർ സിറ്റി, ആൽമാവ് സിറ്റി, കടുക്ക സിറ്റി, കുരുവിള സിറ്റി, മൈക്ക് സിറ്റി, അങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര സിറ്റി വിശേഷങ്ങളാണ് ഇടുക്കി ജില്ലയിൽ നിന്നും പറയാനുള്ളത്. കുരുവിള തെക്കനാട് എന്നുള്ള ഒരു വ്യക്തി ഇവിടെ വരികയും അദ്ദേഹം ഒരു പലചരക്ക് കടയും ഒരു ചായക്കടയും പോലെ തുടങ്ങുകയുണ്ടായി. അന്നത്തെ കാലത്തെ ഇവിടുത്തെ ആളുകളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് പുൽത്തൈലമായിരുന്നു. ഈ പുൽത്തൈലം ഇദ്ദേഹത്തിന് നൽകുകയും ഒരു ബാർട്ടർ സമ്പ്രദായം പോലെ തിരിച്ച് പലർക്ക് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ഒരു വായനശാലയും ഒരു സ്വന്തമായ ഒരു വെയിറ്റിംഗ് ഷെഡും അദ്ദേഹം നിർമ്മിച്ചു നൽകി. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലും വെളിച്ചത്തിലുമാണ് പുതയൽപ്പാറ പിന്നെ കുരുള സിറ്റിയായി മാറിയത്. ഒട്ടനവധി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പറയുന്ന നാടാണ് ഇടുക്കി. ഒപ്പം ഈ നാടിൻ്റെയൊക്കെ പേരുകളും ഒട്ടനവധി കഥകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നാട് കൂടെയാണ് ഇടുക്കി. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.